ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 8-9 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത്. കുറേ നേരം വൈകിപ്പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിന്നൊരു കോംബോ സെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കലാത്തീൻ്റെ സെയിലാണ് കേട്ടോ. കലാത്തീൻ്റെ കോംബോ സെയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ടൈറ്റിൽ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയ ഈ ഒരു പ്ലാന്റാണ്, ഈ ഒരു കലാത്തിയാണ്. നല്ല കലാത്തിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ അതിൻ്റെ വെയിൽ കൊള്ളുന്ന ഭാഗം ഏത് കലാത്തിയേക്കാളും കരിഞ്ഞു പോകും. അതാണ് ആ ലീഫ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഈ കലാത്തിയാണ്. കൂടത്തിൽ നമ്മൾ ഒരുപാട് അയച്ചു കൊടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റുകളും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമ്മൾ പ്ലാന്റ് കൊടുത്ത ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ നമ്മൾ ഇതേപോലെ കൊടുത്തേക്കുമ്പം ഫ്രീ പ്ലാന്റ് ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഈ 2 പ്ലാന്റാണ് കേട്ടോ കൊടുക്കാനുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ കലാത്തിയ പ്ലാന്റൊക്കെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ തൈകൾ പെട്ടെന്ന് തന്നെ വരും. ഇതൊക്കെ കുറച്ച് തൈകളൊക്കെ ഞാൻ ഓൺലൈനായിട്ടൊരു ഒരാളടുത്തുനിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. കുറച്ച് പ്ലാന്റുകൾ കുറച്ച് ഞാൻ കടയിൽ നിന്ന്, ഇതൊക്കെ ഞാൻ 50 രൂപക്ക് കടയിൽ നിന്ന് വാങ്ങിയ ചെടിയായിരുന്നു. അതൊക്കെ ഇപ്പം ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ കലാത്തിയ പ്ലാന്റ് നമ്മൾ വാങ്ങി വെച്ചാൽ മെച്ചെന്ന് വെച്ചാൽ ചെറിയൊരു തൈ വാങ്ങിയാലും വേഗം തൈകളാവും. പിന്നെ ഇതിന് നമ്മൾ ഓവർ വെള്ളം ഒഴിച്ചാലും എഫക്റ്റ് ആവില്ല, വേഗം ചീഞ്ഞൊന്നും പോവില്ല. അപ്പോൾ കുറഞ്ഞ ഡ്രെയിനേജൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്പം നമ്മുടെ കലാത്തികൾ തണലത്ത് ആയപ്പോഴാണ് ഒന്നും കൂടെ ഉഷാറായി വരാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ DAP ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. DAP കൂടി ഇട്ടപ്പോഴാണ് ഇതൊന്നും കൂടെ ഒരു കരുത്തോടെ വന്നത്. ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് എല്ലാ ചെടികളും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു റോസ് കളറുള്ള കലാത്തിയൊക്കെ ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ. ഇപ്പോൾ കടയിൽ പോയപ്പോൾ ചെറിയ കുഞ്ഞ് തൈ 50 രൂപക്ക് ആയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അന്ന് ഉണ്ടാവുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു കേട്ടോ. കാരണം ഒരു മുള മാത്രം ഇങ്ങനെ വരുന്നേ ഉള്ളായിരുന്നു. പിന്നെയാണത് കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷമാണ് വളരാൻ തുടങ്ങിയത്. അപ്പം ഇവിടെ കുറച്ച് അഗ്ലോണിമ ചെടികളും അതേപോലെ അതിൻ്റെ കൂടെ തന്നെ കലാത്തികളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ എല്ലാവരും പറയും പാമ്പുണ്ടാവും എന്നൊക്കെ. അത് നോർമലി പാമ്പ് വരാനൊക്കെ ചാൻസൊക്കെ ഉണ്ട്, കാരണം ചൂടാണ്. അപ്പോൾ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ അപ്പം വരാതിരിക്കട്ടെ അല്ലേ ശ്രദ്ധിക്കലുണ്ട്. തിങ്ങി നിന്നാലും എന്നും പോകുന്നതിനെ കൊണ്ട് വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ പ്ലാന്റ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് 2 പ്ലാന്റും അതിൻ്റെ കൂടെ കൊറിയർ ചാർജും കൂടെ കൊടുക്കുകയാണെങ്കിൽ 150 രൂപക്കാണ് കേട്ടോ. 150 രൂപക്കാണ് നമ്മൾ കൊടുക്കുക. വേണ്ടവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. എന്നും വിചാരിക്കുന്നു വീഡിയോ ഇടണം പക്ഷെ ഒന്നും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം ഇന്നെന്തായാലും രാവിലെ തന്നെ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ ചാനൽ ഇപ്പോൾ കുഞ്ഞ് കുറേ ദിവസം ഇടാതിരുന്നാൽ അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ഇന്നൊരു വീഡിയോ രാവിലെ തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ വേറെ കുറേ ചെടികളുണ്ട്. അപ്പോൾ ചെടികൾ വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഏതൊക്കെ ചെടികളുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഹോം ഗാർഡനാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ് സെയിലിന് കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ തൈകൾ അതിൻ്റെ മുരട്ടിൽ പറിച്ചിട്ട് അങ്ങനെ മണ്ണ് ചോറുകൊണ്ട് ബൈൻഡ് ചെയ്ത് അങ്ങനെ അയച്ചു കൊടുക്കുക ചെയ്യൽ. അപ്പോൾ നഴ്സറിയിൽ നിന്നാകുമ്പം നഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള പോലത്തെ പാക്കിംഗ് ആയിരിക്കില്ല. നമ്മൾ മുരട്ടിൽ നിന്ന് പറിച്ചിട്ട് നമ്മളത് നല്ല വൃത്തിക്ക് ചുറ്റിയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുക ചെയ്യുക. ഇതുവരെ ആരും പരാതികളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെടികൾ ആവശ്യമുള്ളൊരു മെസ്സേജ് ചെയ്യാം കേട്ടോ. കൊമ്പ് ചെടികളും അതേപോലെ എല്ലാ ടൈപ്പ് ചെടികളും എൻ്റെ കയ്യിലുണ്ട്. കാരണം എനിക്ക് എല്ലാ ചെടികളിനോടും ഇഷ്ടമാണ്. സ്ഥലമില്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വെക്കാൻ കുറേ സ്ഥലം ഇല്ല എന്നുള്ള ഒരു മുറ്റം കുറവായതുകൊണ്ട്. അപ്പം ഈ ഒരു ചെടിയൊക്കെ ഇൻഡോറിലായിരുന്നു. ഇത് എൻ്റെ മോള് ഉണ്ടായ ശേഷം ഞാൻ പുറത്തേക്ക് ഇറക്കിയതാണ്. കാരണം കുട്ടിക്ക് അറിയില്ല ഇതിൻ്റെ ഇല പറിക്കിയത് തിന്നതെന്നൊന്നും. അതുകൊണ്ട് ഞാനിത് പറിച്ചിട്ട് ചട്ടിയോടെ എടുത്തിട്ട് പുറത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി അത് ഉള്ളിലേക്കൊന്നും കയറ്റാൻ കഴിയില്ല, കാരണം അടിയിലൂടെ ഒക്കെ വേര് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനല്ല കേട്ടോ. ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും കൂടെ ഒക്കെ മിക്സായിട്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ പണ്ടത്തെ വേലിൻ്റെ അടുത്തുള്ള ചെടിയൊക്കെ വരുന്ന ചെടികളാണ് കേട്ടത്. ഇതൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിലൊക്കെ നല്ല പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ. ഇപ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സ് പറഞ്ഞിട്ട് എല്ലാവരും വെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും അഗ്ലോണിമ കലാത്തി അങ്ങനത്തെ ചെടികളിനോടാണ് കൂടുതൽ താല്പര്യം.
അപ്പോൾ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കാനോ അതോ എന്തെങ്കിലും മിസ്റ്റേക്സ് തിരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്ന ചെടികൾ ഇത് ഇപ്പം പുതിയതായിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ. അവിടെ ഇതേപോലെ ഇവിടെ കുറേ പഴയ ഓടുകളുണ്ട്, ഒറ്റപ്പാത്തി ഓടുകൾ. അപ്പോൾ ഒറ്റപ്പാത്തി ഓടുകളൊന്നും ആർക്കും വേണ്ട. അപ്പോൾ അതേപോലെ എനിക്ക് നമ്മുടെ എന്താ വെച്ചാൽ ചെറിയ പരിപാടികൾക്ക് ചെടിക്ക് തടം കെട്ടാനും അതേപോലെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ അതേപോലെയൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഓട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ റൂഫൊക്കെ ഓടാണ്. ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ വീട് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെ വീഡിയോയിലുണ്ട്, നമ്മൾ ഹോം ടൂറൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊരു ഡംകെയിനാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ കട്ടിങ്സൊക്കെ ഞാൻ 2 ടൈപ്പ് ഡംകെയിൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം എന്താ പറയുക, അതെല്ലാവരും പറഞ്ഞു അങ്ങനെ വലിയ വളർത്തരുത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ഞാൻ ഒഴിവാക്കി. ബാക്കി ഫുള്ളായിട്ട് ഒഴിവാക്കാൻ തോന്നാത്തതിനെ കൊണ്ട് ഞാൻ അവിടെ തന്നെ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ വീണ്ടും നമ്മുടെ ബോഗൺവില്ലകളൊക്കെ പിന്നെ കട്ട് ചെയ്തതിന് ശേഷം പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നീലക്കൊടുവേലിയാണിത്. നല്ലോണം പൂവുണ്ടാവലുണ്ട്. ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ.